ഇത് 17 വയസ്സുള്ള അർഷാദ് ഇന്ന് മാസം 3-3.5 ലക്ഷം രൂപ IT യിൽ നിന്ന് സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മാന്റെ ഗോൾഡ് വിറ്റ് ലാപ്ടോപ്പ് മേടിച്ച അർഷാദ് ഇന്ന് ഉമ്മാനും പാപ്പാനും സൗദിയിലും കാശ്മീരിലും കാറെടുക്കലും ബൈക്ക് എടുക്കലും അതിനൊക്കെ പുറമെ ഉമ്മക്ക് ഗോൾഡ് മേടിച്ചു കൊടുത്ത് മൊത്തത്തില് കുടുംബത്തിന്റെ ലൈഫ് സ്റ്റൈലെ മാറ്റിയ അർഷാദിന്റെ കഥയാണ് നമുക്ക് പറയുന്നത്. ഞാൻ 12ാം വയസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് കോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നിൻ്റെ അടുത്ത് കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ഞാൻ മൊബൈൽ ആപ്പിൽ വെച്ചാണ് ചെയ്തത്. സോളോയിലാണ് ഗ്രാസ് ഹോപ്പർ എന്ന് പറഞ്ഞ ആപ്പിലാണ് ഫസ്റ്റ് പഠിക്കാൻ തുടങ്ങിയത്. നമ്മളെല്ലാവരും 6ാം ക്ലാസ് ഒക്കെ എത്തുമ്പോൾ റിമോട്ട് കാർ എടുത്ത് കളിക്കുക, അത് നശിപ്പിക്കുക എന്നല്ലാണ്ട് ഒരു റിമോട്ട് കാർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. എന്നാൽ അർഷാദിന്റെ ലൈഫിൽ അർഷാദിന്റെ കൂട്ടുകാരനും കൂടെ ഒരു റിമോട്ട് കാർ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സാനിറ്റൈസിങ് മെഷീൻ ഉണ്ടാക്കി. പിന്നെ എന്തെങ്കിലും വലുതൊക്കെ ഉണ്ടാക്കണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ആർഡിനോ ബോർഡിലേക്കൊക്കെ എത്തുന്നത്. അതുവരെ പഠിച്ച പോലെയല്ല, ആർഡിനോ ബോർഡിലോട്ട് എത്തുമ്പോൾ പിന്നോട് പ്രോഗ്രാമിങ്ങിന്റെ ആവശ്യം വരികയാണ്. അപ്പോഴാണ് അർഷാദ് സീരിയസ് ആയിട്ട് പ്രോഗ്രാമിംഗ് പഠിക്കാൻ തന്നെ തീരുമാനിച്ചത്. അങ്ങനെ പിന്നെ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോഴാണ് യൂട്യൂബിൽ ഗാഡ്ജറ്റ്സ് മലയാളത്തിൻ്റെ ഒരു ആഡ് കണ്ടത്. അങ്ങനെ പിന്നെ ഞാൻ ഈ വെബ് ഡെവലപ്മെൻറ്റിനോട് കൂടുതൽ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ ഈ ക്രോസ് റോഡ്സ് ചാനൽ 100K കോഡിങ് ചലഞ്ച് അങ്ങനെ കണ്ടു. ക്രോസ് റോഡ്സ് എന്നുള്ള പേര് നമ്മുടെ പ്രോട്ടോടൈപ്പ് ചാനലിന്റെ പഴയ പേരാണ്. അന്ന് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് ചെയ്ത സീരീസാണ് 100K കോഡിങ് ചലഞ്ച്, ആർക്കും കോഡിങ് പഠിക്കാന്നുള്ളത്. ആ സീരീസ് കണ്ടു തുടങ്ങിയെങ്കിലും അർഷാദിന് വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അർഷാദിന്റെ കയ്യിൽ ലാപ്ടോപ്പ് ഇല്ല. ഞാൻ മാമനോടൊക്കെ ഈ കാര്യം ഇങ്ങനെ പറയും. കാര്യമായിട്ട് പറയുമ്പോൾ വാങ്ങി കൊടുത്തേക്ക്, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ വാങ്ങി തരേണ്ട, ഇതിനുള്ള പൈസ തരണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആങ്ങളെന്നോട് വിളിച്ച് പറഞ്ഞു, നിങ്ങളെന്താ ഈ കുട്ടി ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് എന്താ മൈൻഡ് ചെയ്യാത്തത്? അപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, എൻ്റെ ബോഡി ഇട്ടിട്ട് ലാപ്ടോപ്പിന് വാങ്ങി കൊടുത്തു. അങ്ങനെ നമ്മുടെ ചാനലിൽ ഓരോ ട്യൂട്ടോറിയൽ സീരീസും ചെയ്തു തുടങ്ങുകയാണ്. 100K കോഡിങ് ചലഞ്ച് കഴിഞ്ഞതിന് ശേഷം വെബ് ഡിസൈനിങ് ചലഞ്ച്, വെബ് ഡെവലപ്മെന്റ് ചലഞ്ച്, അത് കഴിഞ്ഞതിന് ശേഷം ഗിറ്റ്, റിയാക്ട്, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇ-കൊമേഴ്സ് പ്രോജക്റ്റും കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ മാർക്ക് ഡൗൺ എഡിറ്റർ ചെയ്തു. ഗിറ്റ് പഠിക്കുന്ന എല്ലാവർക്കും വരെ മാർക്ക് ഡൗൺ എഡിറ്ററിന്റെ യൂസ്, എല്ലാവരും അത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ സ്വന്തമായിട്ട് ഒരു എഡിറ്റർ അതിന് വേണ്ടി ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ്. അത് മാത്രമല്ല, പിന്നെ ഞാൻ അതിൽ AI കൂടി ഇന്റഗ്രേറ്റ് ചെയ്തു. ഇതൊക്കെ ചെയ്യുമ്പോഴും അർഷാദിന്റെ വയസ്സ് 14 നമ്മൾ ഓർക്കണം. അതായത് ChatGPT വരുന്നതിന് മുന്നേ OpenAI ഇനിഷ്യേഷൻ തുടങ്ങുന്ന സമയം. പിന്നെ ഞാൻ ആ പ്രൊജക്ട് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു. ഏകദേശം ഞാൻ ഈ 2023 സ്റ്റാർട്ടിലും പോസ്റ്റ് ചെയ്തു. ആ ട്വീറ്റ് ഏകദേശം 60,000-ഓളം പേര് കാണും. അതിൽ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള പല കമ്പനി ഫൗണ്ടേഴ്സും ഡെവലപ്പേഴ്സും എല്ലാവരും അർഷാദിന്റെ പ്രൊഫൈൽ നോക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് വന്ന കുറെ മെസ്സേജുകളിൽ ഒന്നാണ് ഞമ്മളെങ്കിൽ മെസ്സേജ്. അങ്ങനെ നമ്മുടെ മലപ്പുറത്തെ മഞ്ചേരിയിലെ മുള്ളമ്പാറ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ US കാലിഫോർണിയയിൽ നിന്നുള്ള ഒരു AI ബേസ്ഡ് കമ്പനിയായ കൈനസിസ് AIയുടെ CEO മെസ്സേജ് അയക്കുകയാണ്. ഇതാണ് അർഷാദിന്റെ ലൈഫ് മൊത്തത്തിൽ മാറ്റിമറിച്ച ആ ഒരു മെസ്സേജ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നോട് US കമ്പനി ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാനും ഞെട്ടിപ്പോയി, ആരായാലും ഞെട്ടിപ്പോയില്ലേ? 9ാം ക്ലാസ് പഠിക്കുന്ന ഒരാൾക്ക് ഒരു US കമ്പനിയിൽ നിന്ന് ഒരു ജോബ് ഓഫർ ഒക്കെ വരുമ്പോ സത്യത്തിൽ വളരെ എന്താ പറയാ ആശ്വാസകരവും അതിലേറെ സന്തോഷവും അഭിമാനമൊക്കെ. കാരണം വെച്ചാൽ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, എനിക്കൊന്നും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു നേട്ടമാണ് തീർച്ചയായിട്ടും അവനുണ്ടായിട്ടുള്ളത്. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു ജോലി കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇനി ജോലി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് നമുക്ക് ആദ്യം നന്ദി പറയേണ്ടത് നമ്മുടെ നിഖിൽ സാറോടാണ്. ഞാനിപ്പോൾ 2.5 വർഷമായിട്ട് കോട്ടക്സ് എന്ന് പറഞ്ഞ മില്ലിൽ ഫ്രണ്ട് എൻഡ് ലീഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അർഷാദിന് 17 വയസ്സ്. 17ാം വയസ്സിൽ അർഷാദ് അച്ചീവ് ചെയ്യണത് ഏകദേശം മാസം 3.5 ലക്ഷം രൂപ. അതിനൊക്കെ പുറമെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള 11ഓളം ഡെവലപ്പേഴ്സിനെ ലീഡ് ചെയ്യുന്ന ഒരു എഞ്ചിനീയറും കൂടിയാണ് അർഷാദ്. ഞാനിപ്പോൾ വർക്ക് ഫ്രം ഹോമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൈമൊക്കെ ഫ്ലെക്സിബിളാണ്, ഏത് സമയം വേണമെങ്കിലും വർക്ക് ചെയ്യാം. പിന്നെ എനിക്ക് സാലറി കിട്ടി തുടങ്ങിയപ്പോൾ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ ഞാൻ നിറവേറ്റി. ഫസ്റ്റ് ഞാൻ എൻ്റെ വർക്ക് സ്റ്റേഷന് ബിൽഡ് ചെയ്തു. പിന്നെ ഞാൻ ഒരു കാർ വാങ്ങി. പണ്ട് മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു ഡ്രോൺ വാങ്ങാം. പിന്നെ ആ ഡ്രോണും വാങ്ങി. പിന്നെ എൻ്റെ വീട് മൊത്തം ഒന്ന് സെറ്റാക്കി എടുത്തു. ഇതിനൊക്കെ പുറമെ ഉമ്മാന്റെ ഗോൾഡ് വിറ്റത് അവൻ മറന്നിട്ടൊന്നുമില്ല. അന്ന് ഞാൻ സ്വർണ്ണം വിറ്റിട്ട് ഓന് ഒരു ലാപ്ടോപ്പ് വാങ്ങി കൊടുത്തതുകൊണ്ട് പിന്നെ ഓനൊരു ജോലിയൊക്കെ വാങ്ങി സക്സസ് ആയി. ഇപ്പോൾ അതിലേറെ ഗോൾഡ് ഇപ്പോൾ എനിക്ക് വാങ്ങി തന്നു. ഇപ്പോൾ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങളെ ട്രിപ്പുകൾ കൊണ്ടുപോയി. ആദ്യം കാശ്മീർ പോയി ഞങ്ങൾ, പിന്നെ സൗദിയിലൊരു 3 മാസത്തെ വിസിറ്റിങ് കൊണ്ടുപോയി. എനിക്കിനിയൊരു ചെറിയൊരു ആഗ്രഹം കൂടി ഉണ്ട്, US ഒന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ 18 വയസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ്. അർഷാദിന്റെ ജീവിതം കാണുമ്പോഴാണ് നമ്മുടെ ചാനലൊക്കെ തുടങ്ങിയതിൻ്റെ ഒരു വലിയ റിസൾട്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്ത് കാണുന്നത്. ഈ ഒരു 17ാം വയസ്സിൽ ഈ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യമല്ല. അതും ഒരു 6ാം ക്ലാസ് മുതൽ തുടങ്ങി ഈ ഒരു സമയത്തിനുള്ളിൽ ഇത്തരം കാര്യങ്ങൾ അച്ചീവ് ചെയ്യും. US വർക്ക് ചെയ്യാൻ പറ്റി. എന്നൊക്കെ പുറമെ ഫാമിലിനെ എത്രയും
ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയത്. ഇങ്ങനെ പല ഫാമിലിയിലുള്ള ആൾക്കാർക്ക് ഇതുപോലെ ചേഞ്ചുകൾ കൊണ്ടുവരാൻ പറ്റും. പലരും ട്രഡീഷണൽ എഡ്യൂക്കേഷൻ്റെ പിന്നാലെ മാത്രം പോകുമ്പോൾ ഒന്ന് മാറി ചിന്തിച്ച് നല്ല സ്കില്ലുകൾ ഇതുപോലെ അച്ചീവ് ചെയ്യാനുള്ള വഴികൾ നമ്മുടെ ചാനലിൽ വളരെ കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെയ്തു നോക്ക്. അർഷാദിനെ പോലുള്ള വിജയങ്ങൾ നിങ്ങൾക്കും ഉണ്ടാക്കാം. അതുപോലെ തന്നെ അർഷാദിൻ്റെ വരും കാലത്തെ അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലിൽ നമ്മൾ അറിയിക്കും നിങ്ങളെ. ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അർഷാദിൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള ചേഞ്ചുകൾ എന്തൊക്കെയാണെന്നുള്ളത്. നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തതായിരുന്നു.